ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് എക്സസൈസിൻ്റെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പേജ് 151 ആദ്യത്തെ 2 പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും പ്രോബ്ലം ചെയ്യാൻ പോണേ. 3 ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. മക്കൾ സുഖമായിരിക്കുമല്ലേ? നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അവിടെ എന്തായിരുന്നു? ഒക്ടഗൺ ആയിരുന്നു. ഇവിടെയോ ഒരു ഹെക്സഗണൽ ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇതിൻ്റെ വേറെ കട്ട് ചെയ്തെടുത്ത ഈ സെക്ടറുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ മറ്റൊരു ഫിഗറും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദിച്ചേക്കണേ നോക്കാം നമുക്ക്. 3ാമത്തെ ക്വസ്റ്റ്യൻ: Centered at each corner of a regular hexagon, a part of the circle is drawn and the figure is cut out as shown below. ഒരു റെഗുലർ ഹെക്സഗൺ വരച്ചിരിക്കുകയാണ്. ഇതേപോലെ ഒരു റെഗുലർ ഹെക്സഗൺ വരച്ചു. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഓരോ വെർട്ടെക്സിലും കുത്തിയിട്ട് ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തിരിക്കുക. ഓരോ വെർട്ടെക്സിലും കുത്തി ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഓരോ ആർക്ക് കട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് ഇങ്ങനെ ഒരു ഷെയ്ഡഡ് റീജിയൻ്റെ ഷേപ്പിലുള്ളൊരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട് അവർ? നമുക്ക് ഹെക്സഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഒരു റെഗുലർ ഹെക്സഗണാണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡ് 6 വശത്തിനും 6 സൈഡ്സിനും ഈക്വൽ ലെങ്ത് ഉള്ള പോളിഗൺ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുമ്പോൾ മിസ് ഇച്ചിരി വലുതാക്കി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരച്ചേക്കാം കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്നത് എത്രയാണ്? ഈ ഓരോ വശത്തിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മൊത്തം 2 സെൻറ്റിമീറ്റർ ആണ്. ഈ ഓരോ വശവും വരച്ചേക്കണതാണെങ്കിൽ ഈ വെർട്ടെക്സിൽ കുത്തിയിട്ട് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് എടുത്താൽ വരച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും മക്കളെ? 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഏതിൻ്റെ? നമ്മുടെ ഈ സെക്ടറിൻ്റെ റേഡിയസ്. നമ്മളോട് കാണാൻ ചോദിച്ചേക്കുന്നത് എന്താ? ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ. അപ്പോൾ മക്കളൊന്ന് നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെ നമ്മൾ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ കാണും. ആദ്യം നമ്മൾക്ക് ഈ മൊത്തം ഹെക്സഗണിൻ്റെ ഏരിയ കാണേണ്ടി വരും അല്ലേ? ഈ മൊത്തം ഹെക്സഗണിൻ്റെ ഏരിയ കണ്ട ശേഷം അതിൽ നിന്ന് എന്ത് കളയണം? ഈ സെക്ടറുകളുടെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ സെക്ടറിൻ്റെ പ്രത്യേകത എന്താ? ഈ 6 സെക്ടറിനും ഒരേ വലിപ്പമാണ്. അതുകൊണ്ട് ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മതി. അപ്പോൾ നമ്മൾക്ക് ചുരുക്കി പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആണ് കാണേണ്ടത്. ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ആദ്യം എഴുതി വയ്ക്കാം. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ റെഗുലർ ഹെക്സഗണിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? -6 ഇൻറ്റു 6 സെക്ടർ ഉണ്ട്. ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 ഇൻറ്റു ഏരിയ ഓഫ് എ സെക്ടർ. ഇതാണ് നമുക്കിനി ചെയ്യേണ്ട കാര്യം. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ മൈനസ് ഏരിയ ഓഫ് സെക്ടർ ഇൻറ്റു 6. ഇത് ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കാണണം അല്ലേ? അതെങ്ങനെയാണ് കാണുക? ഫോർമുല ഓർക്കുന്നുണ്ടോ? ഈ വർഷം തന്നെ നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിച്ചായിരുന്നു. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഓർക്കുന്നുണ്ടോ മക്കള്? ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വരച്ചേക്കണേ. ഇതുപോലെ ഒരു റെഗുലർ ഹെക്സഗൺ. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ അതിനെ ട്രയാങ്കിളുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. 1 2 3 4 5 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കാണാൻ അറിയില്ല, പക്ഷേ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ അറിയാം. ഫോർമുല എന്താ? √3a²/4. അപ്പോൾ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കാണാൻ അറിയാമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൊത്തം ഹെക്സഗണിൻ്റെ ഏരിയ കാണും. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കാണാം. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈക്വൽ ടു 6 ഇൻറ്റു ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ.
വേണമെങ്കിൽ ട്രയാങ്കിൾ നമുക്ക് ഒരെണ്ണത്തിന് പേര് കൊടുക്കാം, എ ബി സി. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല √3a²/4. അതിൽ എ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വശത്തിൻ്റെ സൈഡിൻ്റെ ലെങ്ത്. ഇവിടെ എത്രയാണ് നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ, അതായത് നമ്മുടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു വശത്തിൻ്റെ നീളമല്ലേ, അത് എത്രയായിരുന്നു? 2 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് 6 ഇൻറ്റു √3 ഇൻറ്റു ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 2. അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് വരും? 4/4. അപ്പം 2 ക്യാൻസലായിപ്പോയി. എന്ത് വന്നു? 6√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്തിനേയും കൂടി നമ്മളിനി അപ്രോക്സിമേറ്റ് വാല്യൂ കാണുകയാണെങ്കിൽ എന്ത് കിട്ടും? 6 ഇൻറ്റു ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? √3യുടെ 1.73. അപ്പോൾ 6 ഇൻറ്റു 1.73 സെൻറ്റിമീറ്റർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 73 ഇൻറ്റു 6 18 143 ബാലൻസ് 4. അപ്പോൾ 10.38. ഇത് 10.38 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ 10.38 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തും കൂടി കാണണം? ഈ ഒരു സെക്ടറിൻ്റെ ഏരിയയും കൂടി കാണണം. അപ്പം നമുക്ക് നോക്കാം. ഈ സെക്ടറിനെ നമുക്കൊന്ന് വിലയിരുത്തണം അല്ലേ? അപ്പം ഈ സെക്ടറിൻ്റെ നമുക്ക് ഇത് സെൻട്രൽ ആംഗിൾ വേണമല്ലോ. അപ്പം നമുക്ക് എന്താ വേണ്ടേ? ഏരിയ ഓഫ് ദ സെക്ടർ വേണം. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ അറിയണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയണം. റെഗുലർ പോളിഗണിൻ്റെ ആംഗിൾ കാണാനുള്ള ഫോർമുല എന്താ? 1 ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ. 1 ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്ത് വരും? n-2 ഇൻറ്റു 180. n എന്ന് വെച്ചാൽ എന്താ? വശങ്ങളുടെ എണ്ണം. പോളിഗൺസ് ഓരോ പോളിഗണിനും അനുസരിച്ച് വ്യത്യാസം വരും. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ട്? 6. അപ്പം എന്ത് വന്നു? 6 - 2 ഇൻറ്റു 180. 6 - 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻറ്റു 180 വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, 0 2 ഇങ്ങനെ വന്നു 1020. 1020 ആണ് എന്ത്? മൊത്തം ആംഗിൾ. നമുക്ക് വേണ്ടുന്ന എന്താ? ഒരു ആംഗിൾ. അപ്പം എന്ത് ചെയ്യണം? /6 എന്നും കൂടി ഇവിടെ കൊടുക്കണം. 1 ആംഗിൾ ഓഫ് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പം ടോട്ടൽ ആംഗിൾ ആണ് n-2 ഇൻറ്റു 180. അപ്പം അതേ /6 ചെയ്യാം വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ചെയ്ത് നോക്കുക മക്കൾ. എന്താ കിട്ടാൻ പോണേ? 120 ഡിഗ്രിന്ന് ആൻസർ കിട്ടും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സെക്ടർ എന്ന് വെച്ചാൽ എങ്ങനെ വരും? സെൻട്രൽ ആംഗിൾ 120യും റേഡിയസ് 1 സെൻറ്റിമീറ്ററും വരുന്ന ആർക്ക്. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ ഇനി കാണാമല്ലോ. ദെർഫോർ ഏരിയ ഓഫ് ദ സെക്ടർ ഈക്വൽ ടു എന്താണ് ഫോർമുല? x/360 ഇൻറ്റു r² വിച്ച് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? സെൻട്രൽ ആംഗിൾ. അപ്പോൾ 120 കൊടുത്തു. /360 ഇൻറ്റു പൈ ഇൻറ്റു r² എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ്. ഇവിടെ എത്ര റേഡിയസ് വരുന്നത്? മൊത്തം ഈ സൈഡിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ. പക്ഷെ റേഡിയസ് ഇതിൻ്റെ മിഡ് പോയിന്റ് വരെയല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ 2ൻ്റെ പകുതി വരുന്നുള്ളൂ. അപ്പോൾ 1. അപ്പോൾ 1² വിച്ച് ഈസ് ഈക്വൽ ടു, ഇതും വെട്ടിപ്പോയി. ഇതിനെ ചെയ്യുമ്പോൾ 1/3 പൈ എന്ന് കിട്ടും. 12 വെച്ച് 36നെ വെട്ടുമ്പോൾ 1/3. അപ്പോൾ ഒരു സെക്ടറിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനത്തെ എത്ര സെക്ടർ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞേ? 6 എണ്ണം അല്ലേ? 1 2 3 4 5 6. അപ്പോൾ 6 സെക്ടർ. അപ്പോൾ 6 ഇൻറ്റു ഏരിയ ഓഫ്, അപ്പോൾ ഏരിയ ഓഫ് 6 സെക്ടേഴ്സ് ഈക്വൽ ടു എന്ത് വരും? ഏരിയ ഓഫ് 6 സെക്ടേഴ്സ് ഈക്വൽ ടു എന്ത് വന്നു? 6 ഇൻറ്റു 1/3 പൈ. ഒരു സെക്ടറിൻ്റെ ഏരിയ ഇൻറ്റു 6 ചെയ്യാം. അപ്പോൾ ഇതും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടി? 2 പൈ എന്ന് കിട്ടി. 2 പൈ എന്ന് വെച്ചാൽ എന്താ? അപ്രോക്സിമേറ്റ് വാല്യൂ 2 ഇൻറ്റു 3.14. അതായത് എന്ത് കിട്ടി? 6.28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എന്ത് വന്നു?
ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ അതെന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നേ 10.38 വിച്ച് ഈസ് ഈക്വൽ ടു 10.38 മൈനസ് ഏരിയ ഓഫ് 6 സെക്ടേഴ്സ് എന്താ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നേ 6.28. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 6.28 വിച്ച് ഈസ് ഈക്വൽ ടു ഇവരെ തമ്മിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4.1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ വയലറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റിയേജൻ്റെ മാത്രം ഏരിയ എടുക്കുമ്പോൾ എത്രയാണ് 4.1 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ മക്കൾക്ക്? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം നോക്കിയേ, ദേ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് 2 സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഓവർലാപ്പ് ചെയ്ത പോർഷൻ്റെ മാത്രം ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ പിക്ചർ ബിലോ ഷോസ് 2 സർക്കിൾസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ അതർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 2 പേരും മറ്റേ ആളുടെ സെൻറ്ററിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. എങ്കിൽ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത്. അങ്ങനെയാണ് ഇവർ 2 പേരും ഷെയർ ചെയ്യുന്ന ഈ പോർഷൻ്റെ ഏരിയ കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദേ മക്കളെ, നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്ചറാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ. ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് അവർ 2 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. 2 പേരും പരസ്പരം സെൻറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരച്ചേക്കുന്നതിൻ്റെ ഈ ഒരു പോർഷൻ്റെ മാത്രം ഏരിയ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇച്ചിരി ചിന്തിക്കണം കേട്ടോ. എളുപ്പമുള്ള കണക്കാണ്, പക്ഷെ ഒരു ചെറിയതായിട്ടൊന്ന് ചിന്തിക്കാനുണ്ട് സാധാരണത്തിൽ കഴിഞ്ഞും. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത പോർഷൻ്റെ മാത്രം ഏരിയ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇവനെ മിസ് ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പോവുക, കാരണം നമ്മൾ ഇവനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ തൽക്കാലം ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചു. കാരണം എന്താ, ഇവനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഈ പോർഷൻ്റെ ഏരിയ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഇവൻ്റെ ഏരിയ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇവനെ ഒന്ന് ഡിവൈഡ് ചെയ്യും. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പോണേ? ഇതൊരു സർക്കിളിൻ്റെ സെൻറ്റർ ആണല്ലോ. നമ്മളിപ്പോൾ ഇതിനെ സി എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. ഈ സർക്കിളിൻ്റെ സെൻറ്റർ 2 പേരും ഓരോ സെൻറ്ററിൽ കൂടി കടന്നു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ സർക്കിളിൻ്റെ സെൻറ്ററിനെ നമ്മൾ എ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ 2 സർക്കിളിൻ്റെ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ ഇങ്ങനെ വരച്ചു. കൃത്യം എന്തായി, ഈ ഫിഗർ കൃത്യം 2 ആയിട്ട് പകുത്തു അല്ലേ. മുകളിൽ എത്ര പോർഷൻ ഉണ്ടോ അത്രയും തന്നെ ഉണ്ട് താഴെ. ഇനി ഈ ലെങ്ത് എത്രയാ? സർക്കിളിൻ്റെ റേഡിയസ് ആണ് വരുന്നത് 2 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ട്? 2 സർക്കിളിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ തൊട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ സർക്കിൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ സർക്കിളിനെ സംബന്ധിച്ച് ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് അല്ലേ. നോക്കിയേ, സർക്കിളിൻ്റെ സെൻറ്ററും സർക്കിളിലെ ഒരു പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ച് വരച്ചേക്കണം അല്ലേ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അതതിൻ്റെ റേഡിയസ്. ഇനി നമ്മൾ ഈ യെല്ലോ സർക്കിൾ എടുത്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ നോക്കുമ്പോഴും ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററും സർക്കിളിലെ ഒരു പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ച് വരച്ചേക്കണം അല്ലേ. അപ്പോൾ 2 സർക്കിളിൻ്റെയും റേഡിയസ് എന്തുതന്നെയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പറയണേ. അപ്പോൾ നമ്മളിങ്ങനെ വരെ 2 പേരെയും ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ മക്കളൊന്ന് നോക്കിയേ, ഒരു വശത്തിൻ്റെ ഏരിയ കണ്ടിട്ട് രണ്ടാമത്തെ വശത്തിൻ്റെ ഏരിയ അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ഫസ്റ്റ് പാർട്ട് എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ സെക്കൻഡ് പാർട്ട് എന്ന് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എന്ത് വരും? ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് പാർട്ട്. അങ്ങനെയല്ലേ വരാം. പക്ഷെ പ്രത്യേകത എന്താ? ഈ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരേപോലത്തെ കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെയും കാണേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട്. കാരണം എന്താ? സെയിം ഏരിയ ആയതുകൊണ്ട് കേട്ടോ. 2 എണ്ണത്തിനും സെയിം ഏരിയ ആയതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ നോക്കുകയാണ്, ഇനി ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ കാണണം. എന്താ ഇവിടുത്തെ പ്രശ്നം? ഈ സൈഡൊക്കെ ഇങ്ങനെ ആർക്കായിട്ട് ഇരിക്കുന്നതാ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. സൈഡൊക്കെ ആർക്കുകളാണ്. അതാണ് ഇവിടെ നമ്മൾ നേരിടുന്ന ചലഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ കാണാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇവിടെ ഒരു ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് അല്ലേ.
ഇതേപോലെ നമ്മൾ ദേ ഈ ആർക്ക് എ സെൻറ്റർ, എ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ, സി മറ്റേ സർക്കിളിൻ്റെ സെൻറ്റർ, എ സെൻറ്റർ ആയിക്കൊണ്ട് ദേ നമ്മളിവിടെ ഒരു ആർക്ക് വരയ്ക്കാൻ പോവാണ്. ഇങ്ങനെ വരച്ചില്ലേ? അപ്പം നമ്മൾ എ സെൻറ്ററായിട്ട് വരുന്ന ആർക്കിൻ്റെ ഏരിയ കാണാൻ പറ്റുമല്ലോ. ഈ സെക്ടർ ABC എന്ന് പറയുന്ന ഈ സെക്ടറിൻ്റെ ഏരിയ നമുക്ക് കാണാമല്ലോ. എങ്ങനെ കാണാൻ പറ്റുക? സെൻട്രൽ ആംഗിൾ വേണ്ടേ? ഈ നീളം നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അതുമാത്രം പോരല്ലോ, സെൻട്രൽ ആംഗിൾ വേണ്ടേ? സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും മക്കളൊന്ന് ആലോചിച്ചേ. ഈ നീളം 2 സെൻറ്റിമീറ്റർ, ഈ ലെങ്ത് എന്തായിരിക്കും? എ സെൻറ്ററായിട്ട് വരുന്ന സർക്കിളിൻ്റെ മറ്റൊരു റേഡിയസ് അല്ലേ ഇത്, അല്ലേ? നമ്മുടെ എ സെൻറ്ററായിട്ട് വരുന്ന സർക്കിളിൻ്റെ ആർക്കാണിത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ നീളം എന്താണ്? 2 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾക്ക് ഇവിടെ ഒരെണ്ണം വരച്ചു എന്ന് വിചാരിക്കുക. അതിൻ്റെ നീളം എന്താ? 2 സെൻറ്റിമീറ്റർ. കാരണം എന്താ? സി സെൻറ്ററായിട്ട് വരയ്ക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ABC ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്താൽ അതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഇവരുടെ അറിയാം. സെൻട്രൽ ആംഗിൾ എന്താ വരാൻ പോണേ? 60 ഡിഗ്രി. അപ്പം നമ്മൾ ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട് കാണാൻ പോവാണ് കേട്ടോ. ഏരിയ ഓഫ് പാർട്ട് 1 കാണാൻ പോകുന്നതാണ് ഇപ്പം ഇവിടെ നടക്കാൻ പോണ ചടങ്ങ്. അപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്താണ്? ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ എ. ഏരിയ ഓഫ്, അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ എ, സെൻറ്റർ എ ആയിട്ടുള്ള സർക്കിളിൻ്റെ. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമുക്ക് 60 ഡിഗ്രിന്ന് കിട്ടിയിട്ടുണ്ട്, റേഡിയസ് 2 സെൻറ്റിമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്നുള്ളിടത്ത് എന്ത് വരും? 60/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് വെച്ചാൽ 2, അപ്പോൾ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 4. അപ്പോൾ ഇതും തമ്മിൽ നമ്മൾ വെട്ടുമ്പോൾ 1/6 എന്ന് വരും അല്ലേ? പിന്നെ നമുക്ക് ഇതിനെ തമ്മിൽ വെട്ടാലോ 2 വെച്ച്. അപ്പോൾ 2/3. നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 2/3 പൈ. 2/3 പൈനെ നിങ്ങൾ പൈയുടെ വാല്യൂ 2/3 ഇൻറ്റു 3.14 ഒക്കെ കൊടുത്ത് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോണേ? 2.09 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. എന്താണെന്നറിയാം മിസ് വേഗം പറഞ്ഞു പോണേ, അല്ല ഇത് കുറേ നീളമാവും കേട്ടോ ഈ കണക്ക്, തിരി ചിന്തിക്കാനുള്ളതുകൊണ്ടേ. അപ്പോൾ പാർട്ട് 1 സെക്ടർ എയുടെ, അതായത് സെൻറ്റർ എ വരുന്ന സെക്ടറിൻ്റെ ഏരിയ കിട്ടി. അവിടെ തീർന്നില്ല, ഇനി എന്തുണ്ട്? സെൻറ്റർ സി വരുന്ന സെക്ടറിൻ്റെ ഏരിയ കാണണം. അപ്പോൾ സി വരുന്ന സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ആദ്യം വരച്ചത് ഇതാണ് കേട്ടോ. ഈ സെക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ സ്ഥലത്തേക്കുള്ള ഏരിയ, ഇത്രയും ഏരിയ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് മനസ്സിലാവേണ്ട മക്കൾക്ക്. ഇത്രയും ഏരിയ കണ്ടുപിടിച്ചു, തെളിയണില്ല അല്ലേ? ഇത്രയും ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ സി സെൻറ്ററായിട്ടെന്ന് പറയുമ്പോൾ എന്ത് വരും? സിയിൽ വെച്ചിട്ട് ലൈൻ വരയ്ക്കണം. ദേ ഇങ്ങനെയുള്ളൊരു സെക്ടർ, സി സെൻറ്ററായിട്ടുള്ള സെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് അല്ല, സി സെൻറ്ററായിട്ടുള്ള സെക്ടർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എങ്ങോട്ട് വരും? ഇങ്ങേ വശത്തേക്ക് വരും. സി സെൻറ്ററായിട്ടുള്ള സെക്ടർ എന്ന് വെച്ചാൽ സിയുടെ ഇവിടുന്ന് ഇവിടെയും വരെയും വരും. മനസ്സിലായോ? സി സെൻറ്ററായിട്ടുള്ള സെക്ടർ എന്ന് വെച്ചാൽ ആർക്ക് AB വരും, പിന്നെ ഈ 2 റേഡിയസ് വരും അല്ലേ ഉള്ള സർക്കിളിൻ്റെ അവിടെ നിന്നുള്ള സെക്ടർ. അപ്പോൾ AB ആണ് അതിൻ്റെ ബൗണ്ടറി, പിന്നെ ACയും CBയും ആണ് അതിൻ്റെ റേഡിയസ്. AB അതിൻ്റെ ആർക്ക്, ACയും BCയും അതിൻ്റെ റേഡിയസ്. അങ്ങനെയുള്ള സെക്ടറിൻ്റെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ സി വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് ഫോർമുല ഇതന്നെയല്ലേ, x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ABC എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. 360 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ, അതായത് 4. തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ ഇതിനെ നമുക്ക് 1/6 എന്ന് കിട്ടും. 1/6 ഇൻറ്റു 4 പൈ എന്ന് വരും. ഇതും തമ്മിൽ നമുക്ക് വെട്ടുമ്പോൾ 2ഉം 3ഉം ആകും. അപ്പോൾ 2/3 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 2.09 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമുക്ക് 2 എ സെൻറ്ററായിട്ടുള്ള സെക്ടറിൻ്റെയും 2.09 കിട്ടി, സി സെൻറ്ററായിട്ടുള്ള സെക്ടറിൻ്റെയും 2.09 കിട്ടി. പ്രശ്നപ്പതല്ല.
നമ്മൾ രണ്ട് സ്ഥലത്തു നിന്നും സെക്ടർ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തപ്പോൾ സെൻറ്ററായിട്ട് എടുത്തപ്പോഴും ട്രയാങ്കിൾ എ ബി സി ഇതിൽ പെട്ടു അല്ലേ? സി സെൻറ്ററായിട്ട് എടുത്തപ്പോഴും ട്രയാങ്കിൾ എ ബി സി ആ പോർഷനിൽ പെട്ടില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സിയുടെ പോർഷൻ നമ്മൾ 2 തവണ ഏരിയ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. 2 എണ്ണത്തിലും ട്രയാങ്കിൾ എ ബി സി പെട്ടിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരെണ്ണത്തിൻ്റെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഈ സെക്ടറിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി സി ഉൾപ്പെടുത്താതെ പറ്റത്തുമില്ലായിരുന്നു. അപ്പോൾ 2 തവണ പെട്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 1 തവണ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്ത് കളയും. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി എന്ത് ട്രയാങ്കിളാണ്? ഈക്വിലാറ്ററൽ. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്കറിയാലോ. അപ്പോൾ നമ്മളിനി മൂന്നാമത്, അതായത് ഈ സെക്ടറിൻ്റെ ഇത് കാണാൻ വേണ്ടി മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ എ കണ്ടു ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ എ, ബി നമ്മൾ കണ്ടു ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ സി. ഇനി നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന മൂന്നാമത്തെ കാര്യമാണ് എന്ത്? സി. എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് ഇത്തിരി ചിന്തിക്കാനുള്ള കണക്കാട്ട മക്കളെ. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായില്ല, നിങ്ങൾ ഒന്നും കൂടി എടുത്ത് കാണാം. പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ലേ, നിങ്ങൾ കമ്പ്യൂട്ടറിലെ പസിൽ ഗെയിംസിലൊക്കെ പസിലൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന പിള്ളേർക്ക് ഇതൊക്കെ വല്ല വിഷയമുണ്ടോ അല്ലേ? മിസ്സിനെ അറിയാൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് മിസ്സ് വീണ്ടും വീണ്ടും പറയണേ. അപ്പോൾ നോക്കിയേ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. അപ്പോൾ ഫോർമുല എന്താണ്? √3a²/4 വിച്ച് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഇവിടെ എന്ന് വെച്ചാൽ എന്താ? ഒരു വശത്തിൻ്റെ നീളം. അപ്പോൾ അതെന്താണ്? 2 × ² അപ്പോൾ 2 × ² എന്ന് വെച്ചാൽ 4 അല്ലേ? അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയില്ലേ? അപ്പോൾ എന്ത് കിട്ടി? √3 cm². √3 എന്ന് വെച്ചാൽ എന്താ? 1.73 അല്ലേ? അപ്രോക്സിമേറ്റ് വാല്യൂ √3യുടെ. അപ്പോൾ 1.73 cm² ആണ് എന്ത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി പാർട്ട് 1ൻ്റെ നമ്മൾ എ ബി സി എന്നും പറഞ്ഞ് 3 കഷ്ണങ്ങൾ ഏരിയ ഓഫ് പാർട്ട് 1 കാണാനുള്ള തത്രപ്പാടിൽ എ കണ്ടുവച്ചിട്ടുണ്ട്, ബി കണ്ടുവച്ചിട്ടുണ്ട്, സി കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് പാർട്ട് 1 ഈക്വൽ ടു എന്ത് വരും? ദെയർഫോർ ഏരിയ ഓഫ് പാർട്ട് 1 ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ എ പ്ലസ് ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ സി. എ സെൻറ്ററായിട്ട് വരുന്ന സെക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം മുഴുവൻ വന്നു. ഇനി സി സെൻറ്ററായിട്ടുള്ള സെക്ടർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം വന്നു. പിന്നെ അതിൽ നിന്ന് എന്ത് കളയാണ് നമ്മൾ? 2 തവണ ഈ ട്രയാങ്കിൾ എ ബി സി വന്നതുകൊണ്ട് അത് സബ്ട്രാക്ട് ചെയ്ത് കളയാണ്. മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അതൊക്കെ നീട്ടി വലിച്ച് എഴുതിയത് കേട്ടോ. അപ്പോൾ എന്ത് വന്നു? 2.09 ആദ്യത്തേൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് പ്ലസ് രണ്ടാമത് ഏരിയ ഓഫ് സെക്ടർ വിത്ത് സെൻറ്റർ സി എന്തായിരുന്നു? 2.09 മൈനസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1.73. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1.73 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. 2.09 പ്ലസ് 2.09 4.18 മൈനസ് 1.73. സോ ദ ആൻസർ ഈസ്, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മക്കൾക്ക് എന്താ ആൻസർ കിട്ടാൻ പോണേ? 2.45 cm². 2.45 cm². അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൻസർ കഴിഞ്ഞാ ഇല്ല. നമ്മളിത് ഇപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഈ മുകളിലത്തെ ഭാഗത്തിൻ്റെ മാത്രം ഏരിയ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. എന്ത്? പകുതി ഫിഗറിൻ്റെ ഏരിയ കണ്ടു 2.45. ഇനി അതേപോലെ തന്നെ താഴോട്ടുള്ള പകുതി ഫിഗറിൻ്റെ ഏരിയ എന്ത് തന്നെയാണ്? ഇതും കോൺഗ്രുവൻ്റ് അല്ലേ? ഒരേ അളവല്ലേ രണ്ടിനും? അപ്പോൾ 2.45 ഇതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെയും എത്ര തന്നെയാണ്? 2.45. അപ്പോൾ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ദെയർഫോർ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട് പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് പാർട്ട്, പിന്നെ 2 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട്, ഇതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്? 2.45. 2.45 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്താ വരാൻ പോണേ? 4.90 cm². അപ്പോൾ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എന്ത് കിട്ടി? 4.90. ഇത്രയും റീജിയൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 4.90. മനസ്സിലായോ നമുക്കൊക്കെ? ഇതിന് സിമിലർ ആണ് അടുത്ത കണക്ക്.
ഈ പാഠത്തിലെ ലാസ്റ്റിലെ കണക്ക് നോക്കിയേ. The figure shows 3 circles drawn with their centers on each vertex of an equilateral triangle passing through the other 2 vertices. Find the area of the region common to all. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ഓവർലാപ്പ് ചെയ്ത് 2 വരച്ചു. അതിന് പകരം ഇവിടെ എന്ത് ചെയ്തേക്കാണ്, 3 സർക്കിളുകൾ ഓവർലാപ്പ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് 3 പേർക്കും കൂടി ഉണ്ടാവുന്ന ഈ കോമൺ പോർഷൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും അവർ നടുവിലത്തെ മെഷർ തന്നിരിക്കുന്ന എന്താണ്, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്ന എന്താ, 2 സെൻറ്റിമീറ്റർ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്കിപ്പോൾ ചെയ്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ദേ മക്കളെ, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണേ ഇങ്ങനത്തെ ഒരു പോർഷൻ്റെ ഏരിയ ആണ്. കണ്ടോ, 3 വശത്തും എന്താണ്, ആർക്കാണ്. ഉള്ളിൽ നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. കണ്ടോ, നമ്മളിപ്പോൾ ഇതിന് പേര് കൊടുത്തു. ഓരോ വെർട്ടെക്സ് ഇപ്പോൾ 3 സർക്കിളിൻ്റെ സെൻറ്ററുകളാണ് കേട്ടോ, എ ബി സി. ഓരോന്നും 3 സർക്കിളുകളുടെയും സെൻറ്ററുകളാണ് എയും ബിയും സിയും. ഈ പോർഷൻ്റെ ഏരിയ കാണണം. അപ്പം നോക്കിയേ, നമ്മൾ ആദ്യം എ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൽ നിന്ന് നമ്മളൊരു സെക്ടർ എടുക്കുന്നു. പിന്നെ ബി സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൽ നിന്ന് ഒരു സെക്ടർ എടുക്കുന്നു. പിന്നെ സി സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൽ നിന്ന് സെക്ടർ എടുക്കുന്നു. അങ്ങനെ 3 തവണ നമ്മൾ സെക്ടർ എടുക്കുമ്പോൾ എത്ര തവണ നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അതിൽ പെടും? 3 തവണയും പെടും. പക്ഷെ നമുക്ക് 3 തവണ ഒരേ വശത്തിൻ്റെ ഏരിയ അളന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? 1 തവണയേ ആവശ്യമുള്ളൂ അല്ലേ? ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 1 തവണയേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ 3 വെർട്ടെക്സിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ സെക്ടറിൽ എന്ത് പെടുന്നുണ്ട്? നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു എന്ത് ചെയ്യാം നമുക്കിവിടെ? ഏരിയ ഓഫ് 3 സെക്ടേഴ്സ്. ഏതാണ് ഈ 3 സെക്ടേഴ്സ്? ഏതൊക്കെയാണ് ഈ 3 സെക്ടർ? എ സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു സെക്ടർ. എ സെൻറ്റർ ആയിട്ട് വരുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ മക്കൾ നോക്കിയേ, ഇങ്ങനത്തെ പോർഷൻ വരും അല്ലേ? എ സെൻറ്റർ ആയിട്ട് വരുന്ന സെക്ടർ എയിൽ നിന്ന് ഇവിടെ ഈ അറ്റം വരെയും വരും, എ സെൻറ്റർ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഏരിയ. പിന്നെ സി സെൻറ്റർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സി സെൻറ്റർ ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുമ്പോൾ ഈ പോർഷൻ വരും. ഇങ്ങനെ വന്നില്ലേ? ഇനി ബി സെൻറ്റർ ആയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ ആകുമെന്ന് മിസ്സിന് അറിയില്ല. ബി സെൻറ്റർ ആയിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇങ്ങനത്തെ പോർഷൻ വരും. അങ്ങനെ വന്നാലാണ് നമ്മുടെ ഈ മൊത്തം സെക്ടർ കണ്ട എല്ലാത്തിൻ്റെ ഏരിയ പെടുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഇതിൽ 3 തവണയും ഉൾപ്പെടും. 3 തവണ ഉൾപ്പെടാൻ പാടില്ല. ഏരിയ എന്ന് പറഞ്ഞത് ഒരൊറ്റ തവണ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 3 തവണ ഉൾപ്പെടുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? -2 തവണത്തത് മൈനസ് ചെയ്ത് കളയണം. -2 ഇൻറ്റു ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെക്ടറിനും ഒരേ ഏരിയ ആണ്. അതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ x/360 ഇൻറ്റു πr² -2 ഇൻറ്റു ഫോർമുല എന്താണ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ? √3a²/4 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നമ്മുടെ 60 ഡിഗ്രി ആണ്. അപ്പോൾ 60/360 ഇൻറ്റു π ഇൻറ്റു r എന്ന് വെച്ചാൽ ഒരു വശത്തിൻ്റെ നീളം. ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നെയാണ് റേഡിയസും വരുന്നത്. അതെന്താണ്? 2. അപ്പോൾ 2² -2 ഇൻറ്റു √3 ഇൻറ്റു a² എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ നീളം. അപ്പോൾ 2²/4. ഇതൊക്കെ നമ്മൾ കൊടുത്തു. ഇതും തമ്മിൽ നമ്മൾ വെട്ടി. അപ്പോൾ 1/6 എന്ന് വന്നു. ഇവിടെ നമ്മൾക്ക് ഈ 4ഉം ഈ 4ഉം തമ്മിൽ വെട്ടാം. ഇപ്പം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? 1/6 ഇൻറ്റു π ഇൻറ്റു 4 -2√3 വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഇനിയും വെട്ടി ചെറുതാക്കാമല്ലോ. ഏരിയ ഓഫ് 3 സെക്ടേഴ്സ് ആണ്. x/360 ഇൻറ്റു πr² എന്നുള്ള എന്താ? ഒരു സെക്ടറിൻ്റെ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് 3 സെക്ടേഴ്സിനായതുകൊണ്ട് എന്ത് ചെയ്യണം? 3 ഇൻറ്റു ചെയ്യണം കേട്ടോ. 3 ഇൻറ്റു ഇവിടെയും 3 ഇൻറ്റു
അപ്പോൾ 3 ഇൻറ്റു 6ഉം ഇതും തമ്മിൽ നമുക്ക് വെട്ടാം 2, ഇതിനെയും തമ്മിൽ വെട്ടാം 2. അപ്പോൾ എന്ത് വരും? 2π മൈനസ് 2√3. 2π എന്ന് വെച്ചാൽ എന്താ? 2 ഇൻറ്റു 3.14 മൈനസ് 2 ഇൻറ്റു 1.73. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 6.28 മൈനസ് 3.46 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2.82 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മുടെ ഈ ഷെയ്ഡഡ് റീജിയൻ്റെ മാത്രം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ വരാൻ പോണേ? 2.82. 3 സർക്കിളുകൾക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ്റെ ഏരിയ 2.82 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. എ സെൻറ്ററായിട്ടും ബി സെൻറ്ററായിട്ടും സി സെൻറ്ററായിട്ടുള്ള സെക്ടറുകൾ എടുക്കുക. അതാണ് 3 സെക്ടേഴ്സ്. അപ്പോൾ 3 ഇൻറ്റു ഒരു സെക്ടറിൻ്റെ ഏരിയ ചെയ്താൽ മതി. കാരണം 3 സെക്ടറിനും ഒരേ ഏരിയ. അതിൽ നിന്ന് 3 തവണ നമ്മുടെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ പെടുന്നത് കൊണ്ട് 2 തവണത്തെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കളയണം. -2 ഇൻറ്റു ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. ഫോർമുല കൊടുക്കുക, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാൽക്കുലേഷൻ ഒന്നും ബുദ്ധിമുട്ടില്ല. ഈ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സർക്കിൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള നമ്മുടെ ഒരു പാഠമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമാണ്. അത് നമ്മൾ ഇതിവിടെ തീരാണ്. അപ്പോൾ സർക്കിളിനെ പറ്റി നമ്മൾ ഈ പാഠത്തിൽ മെയിനായിട്ട് അതിൻ്റെ ഏരിയ, പെരിമീറ്റർ, സെക്ടർ, ആർക്ക് ലെങ്ത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ മക്കൾക്ക് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും എന്താ പറയുക, സപ്പോർട്ടിനൊക്കെ താങ്ക് യു. സുഖമായിരിക്കുക, സേഫായിരിക്കുക. ഓക്കെ, ബൈ ബൈ.